നമസ്കാരം. മാർച്ച് മാസത്തിൽ ഇന്ത്യൻ മാർക്കറ്റ് ശക്തമായ സെല്ലിംഗ് പ്രഷർ അഭിമുഖീകരിച്ചെങ്കിലും മ്യൂച്വൽ ഫണ്ട് വഴിയുള്ള ഫണ്ട് ഇൻഫ്ലോ റെക്കോർഡ് ഹൈയിലേക്ക് എത്തി എന്നാണ് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇന്ത്യ പുറത്തുവിട്ട ഡേറ്റകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാർച്ച് മാസത്തെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വഴിയുള്ള ഫണ്ട് ഇൻഫ്ലോ 32,087 കോടിയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ മാസത്തെ 29,845 ഉയർന്ന നിലയിലാണ്. ഇവിടെ മാർക്കറ്റിൽ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്ന വോളറ്റിലിറ്റി ഉണ്ടായിട്ടും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ മാർക്കറ്റിൽ സ്റ്റഡിയായി നിലനിൽക്കുന്നു. കൂടാതെ ലോങ് ടൈം സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ആകുന്നു എന്നുള്ള സൂചനയാണ് ഈ ഫണ്ട് ഇൻഫ്ലോയിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് വഴിയുള്ള ഫണ്ട് ഇൻഫ്ലോയിൽ 56% വർദ്ധിച്ച് 25,977 കോടിയിൽ നിന്നും 40,450 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ ഫണ്ട് ഇൻഫ്ലോ 61% വർദ്ധിച്ച് 25,082 കോടിയിൽ നിന്നും 40,480 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളിലാണ് ഏറ്റവും അധികം ഫണ്ട് ഇൻഫ്ലോ വന്നിരിക്കുന്നത്. 10,054 കോടി രൂപയുടെ ഫണ്ട് ഇൻഫ്ലോ. മാർക്കറ്റ് ഉയർന്ന വോളറ്റിലിറ്റി കാണിക്കുന്ന ഈ സാഹചര്യത്തിൽ ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളിൽ കഴിഞ്ഞ 2 മാസമായി തുടർച്ചയായി ഫണ്ട് ഇൻഫ്ലോ 10,000 കോടിക്ക് മുകളിലാണ്. സ്മാൾ ക്യാപ് ഫണ്ടുകളിൽ 6,263 കോടി രൂപയുടെ ഫണ്ട് ഇൻഫ്ലോയാണ് മാർച്ച് മാസത്തിൽ വന്നത്. മിഡ് ക്യാപ് ഫണ്ടുകളിൽ 6,063 കോടിയും ലാർജ് ക്യാപ് ഫണ്ടുകളിൽ 5,307 കോടിയും ലാർജ് ക്യാപ് ഫണ്ടുകളിൽ മാത്രം 2,997 കോടി രൂപയുടെയും ഫണ്ട് ഇൻഫ്ലോയാണ് വന്നിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയാവുന്ന ഒരു പ്രത്യേകത ഗോൾഡ് ETF-ലേക്കുള്ള ഫണ്ട് ഇൻഫ്ലോയിൽ ഗണ്യമായ ഇടിവ് വരികയും ഔട്ട്ഫ്ലോ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗോൾഡ് ETF-ൽ ഫെബ്രുവരി മാസത്തിൽ 5,254 കോടി രൂപയുടെ ഫണ്ട് ഇൻഫ്ലോയാണ് വന്നതെങ്കിൽ അത് മാർച്ച് മാസമായപ്പോൾ 2,265 കോടിയായി ഇടിയുകയും 56% ഇടിവ് വരികയും ചെയ്തു. ഡെപ്റ്റ് ഫണ്ടുകളിലെ ഔട്ട്ഫ്ലോയിലും വർധനവുണ്ടായിട്ടുണ്ട്. ഡെപ്റ്റ് ഫണ്ടുകളിലെ ഔട്ട്ഫ്ലോ 42,106 കോടിയിൽ നിന്നും 2.94 ലക്ഷം കോടിയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. ഡെപ്റ്റ് ഫണ്ട് ഔട്ട്ഫ്ലോ വർദ്ധിക്കുന്നതിന് പിന്നിൽ ഏറ്റവും പ്രധാന കാരണം പല ഇക്വിറ്റി സ്റ്റോക്കുകളും അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നത് മൂലമാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ഡെപ്റ്റിൽ നിന്നും പണം ഇക്വിറ്റിയിലേക്ക് മാറ്റുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. മാർച്ച് മാസത്തിൽ ഉയർന്ന വോളറ്റിലിറ്റി ഉണ്ടായിട്ട് കൂടിയും മാർക്കറ്റിനെ കുറിച്ചുള്ള ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഔട്ട്ലുക്കിൽ മാറ്റമൊന്നുമില്ല. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ മ്യൂച്വൽ ഫണ്ടുകളിൽ ഉയർന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു എന്നുള്ള ഫാക്റ്റ് തന്നെയാണ് ആംഫി പുറത്തുവിട്ട റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. വോളറ്റൈൽ മാർക്കറ്റിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടാം. സ്റ്റോക്കിൻ്റെ പേര് ഗ്രോ കഴിഞ്ഞ 3 ദിവസമായി 20% റിട്ടേൺ ജനറേറ്റ് ചെയ്ത ഒരു സ്റ്റോക്കാണ്. കൂടാതെ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 3% ഉയരുകയും ഇൻട്രാഡേയിൽ 198 എന്ന 52 വീക്ക് ഹൈയിലേക്ക് സ്റ്റോക്ക് എത്തുകയും ചെയ്തു. സ്റ്റോക്ക് കഴിഞ്ഞ 6 മാസം കൊണ്ട് 50%വും ഇയർ ടിൽ ഡേറ്റിൽ 25% റിട്ടേണും ജനറേറ്റ് ചെയ്തു. സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ലോ ആയ 112 നിന്നും 77% റിട്ടേണാണ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇൻവെസ്റ്റേഴ്സിന് നൽകിയത്. സ്റ്റോക്കിൻ്റെ പെർഫോമൻസിന് പിന്നിലെ പ്രധാന കാരണം ബ്രോക്കേജ് സ്പേസിലുള്ള കമ്പനിയുടെ ഡൊമിനൻസ് തന്നെയാണ്. ഏകദേശം 28% ആക്റ്റീവ് ക്ലയൻറ്റിൻ്റെ മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയായി ഗ്രോ എന്ന കമ്പനി വളർന്നു കഴിഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രമുഖ ബ്രോക്കേജ് ഫിമായ JP മോർഗൻ സ്റ്റോക്കിന് ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗും 210 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. സീറോ ബ്രോക്കേജ് സെക്ടറിൽ ഏറ്റവും ലുക്രേറ്റീവ് ആയിട്ടുള്ള ഒരു ബ്രോക്കേജ് സെക്ടറിലെ കമ്പനിയായി ഗ്രോ എന്ന കമ്പനി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഗ്രോ അതിൻ്റെ ക്രോസ് സെല്ലിംഗ് കേപ്പബിലിറ്റിയും ഓപ്പറേഷണൽ ലിവറേജും ഉയർത്തുന്നത് വഴി വരും സമയങ്ങളിലും കൂടുതൽ മാർക്കറ്റ് ഷെയർ അച്ചീവ് ചെയ്യാനും സാധ്യതയുണ്ട്. Q3 റിസൾട്ട് സെഷനിലും കമ്പനിയുടെ പെർഫോമൻസ് ഡീസൻ്റ് ആയിരുന്നു. Q3-യിൽ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 757 കോടിയിൽ നിന്നും 27.8% ഇടിഞ്ഞ് 546 കോടിയിലേക്ക് എത്തിയിരുന്നു. ഇതിൽ പ്രധാന കാരണം 315 കോടി രൂപയുടെ ഒരു വൺ ടൈം ടാക്സ് കമ്പനിക്ക് പേ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. അതേസമയം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ 24% വർധനവുണ്ടായത് കമ്പനിയുടെ ബിസിനസ്സിലെ സ്ട്രെങ്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 24.8% വർദ്ധിച്ച് 974 കോടിയിൽ നിന്നും 1,216 കോടിയിലേക്ക് ഉയരുകയും സ്റ്റാൻഡ് അലോൺ ബേസിസിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 677 കോടിയിൽ നിന്നും 428 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തിരുന്നു. പ്രോഫിറ്റ് ഇടിഞ്ഞത് ഓൺ ടൈം ടാക്സ് പേയ്മെൻറ്റ് മൂലമാണ്. അതേസമയം കമ്പനിയുടെ ബിസിനസ് സ്ട്രോങ് ആണ്. കൂടാതെ
കമ്പനി ഗ്രോത്ത് ട്രജക്ടറിയിൽ തുടരുന്നതിനോടൊപ്പം തന്നെ മാർക്കറ്റ് ലീഡർഷിപ്പും മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്രോ എന്ന സ്റ്റോക്കിനെ വരും സമയങ്ങളിലും ഫോക്കസ് ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് 210 എന്ന ടാർഗറ്റിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്